ജനിച്ചൂന്നായി, കണ്ണടച്ചാ മരിച്ചൂന്ന്. അടച്ചു തുറക്കുന്നതിനിടയിലുള്ള സമയം മാത്രമാണ് ജീവിതം. അതിന്റെ ഇടയിൽ എന്തെല്ലാം അനുഭവിക്കണം എന്നാർക്കറിയാം. ഡോക്ടർ, I'm very sorry. I feel bad. ഇതുവരെ സംഭവിക്കാത്താണ് ഇന്നുണ്ടായത്. ഡോക്ടർ, ഒരിക്കലും എന്റെ കത്തി പാളിപ്പോയിട്ടില്ല ഡോക്ടർ. അറിയാം ഡോക്ടർ, പക്ഷേ നമ്മളാവും ദൈവങ്ങളല്ലോ. നമ്മളെ കൊണ്ട് ആകാവുന്നതല്ലേ ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ എന്റെ മാനസികാവസ്ഥയാവാം ഈ ദുർവിധിക്ക് കാരണം. കുഴഞ്ഞു മറിഞ്ഞ മനസ്സോടെയാണ് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഞാനിന്ന് ശ്രമിച്ചത്. സ്വസ്ഥമായ മനസ്സ് ഒരു ഡോക്ടർക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും അതിന്റെ ചീത്തവശങ്ങൾ പാവം രോഗികളായിരിക്കും അനുഭവിക്കുക. ആ കുറ്റബോധം എനിക്കുണ്ട് ഡോക്ടർ. ഈയിടെയായി ഡോക്ടർ ഹേമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആദ്യം മനസ്സിന്റെ ഭാരം കുറയ്ക്കൂ ഡോക്ടർ. മനസ്സിലുള്ളത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ആശ്വാസമായിരിക്കും. റിലാക്സ്. ഗുഡ് നൈറ്റ്. Yes, come in. ശ്രീദേവി ഇല്ലേ? ഇല്ല. ഞാൻ പിന്നെ വരാം. നിൽക്കൂ. കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? എന്റെ കുടുംബജീവിതം തകർത്തു. മോഹൻ, ഈ കുടുംബത്തിന്റെ സമാധാനം തകർക്കരുതെന്ന് ഒരിക്കൽ ഞാൻ ഹേമയോട് യാചിച്ചു പറഞ്ഞത്. ഈ കുടുംബത്തിന്റെ തകർച്ച എന്റെ വിജയമാണല്ലേ? അതിനാണ് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തത്. കഷ്ടം മോഹൻ. എന്റെ ജീവിതത്തിൽ ഞാൻ തോറ്റതും തകർന്നതും ഇപ്പൊ മാത്രമാണ്. നോക്കൂ മോഹൻ, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ മറ്റാരെക്കാളും ആഗ്രഹിക്കുന്നത് ഞാനാണ്. അങ്ങനെയാണെങ്കിൽ ഹേമ ഈ വീടിന്റെ പടി ചവിട്ടില്ല. ഈ പ്രതികാരം എന്നോട് വേണോ ഹേമ? പ്രതികാരമോ? എനിക്കോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ അസ്വസ്ഥത ഞാൻ ഉണ്ടാക്കിയതല്ല. എന്ന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിനോദിന്റെ പേരിൽ സത്യം ചെയ്ത് പറയാം. വേണ്ട, ഞാനാരാണ് വിനോദിന്റെ പേരിൽ സത്യം ചെയ്ത് പറയാൻ? അവൻ നിങ്ങളുടെ കുഞ്ഞല്ലേ. അതുകൊണ്ട് എന്റെ സത്യം ഒരു കള്ള സത്യമായിട്ടേ നിങ്ങൾ കാണും. മിസ്റ്റർ മോഹൻ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. എന്റെ ഇന്നലകളെ പറ്റി ഞാൻ ഓർക്കാറില്ല. എന്റെ കാലടിപ്പാടുകൾ പോലും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. എന്റെ ഹൃദയം നേർന്നത് ഞാൻ ആരെ അറിയിക്കാറില്ല. ഞാൻ വേദനിക്കുമ്പോഴും മറ്റുള്ളവരുടെ വേദന ഇല്ലാതാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്നിട്ടും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. ഇനി ഞാനിവിടെ വരില്ല. I promise you.
നിനക്കതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. നിന്നെ ഭരിക്കുന്ന വികാരം വിവേകമല്ല, വിവരക്കേടാണ്. നിങ്ങൾ എന്നെ ഭ്രാന്തിയാക്കാണോ? അവൾ ഈ വീട്ടിൽ നല്ല ഇറങ്ങിപ്പോയത്? അതെ, അവളിവിടെ വന്നത് നിന്നെ കാണാൻ. ഓഹോ, ഞാനില്ലാത്തപ്പോ എന്നെ കാണാൻ അവൾ വരും. ഞാനുള്ളപ്പോ കള്ളം പറഞ്ഞ് അവളെ കാണാൻ നിങ്ങൾ പോകും. ഇനി നിങ്ങൾ കൊളിച്ചു കളിക്കാനാവില്ല. നിന്നെ ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ടാവില്ല. ഇനി ബോധ്യപ്പെടാനൊന്നുമില്ല. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാതെ അവൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിഴല് പോലെ അവൾ നിങ്ങളെ ചുറ്റി നടക്കുന്നത് എന്നെയും കുഞ്ഞിനെയും തെരുവിലെറിയാനാണ്. ഈ നിമിഷം വരെ നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നു ആ ദേവതയ്ക്ക് വേണ്ടി. അവളെ പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിച്ചില്ല. ഇനി എന്നെ കൊല്ലൂ, ഈ കൈ കൊണ്ട് എന്നെ കൊല്ലൂ, എനിക്ക് ചാവണം. ഹലോ, ഡോക്ടർ ആന്റി അല്ലേ? ഞാനാ വിനോദ്. എന്താ മോനെ? ആന്റി വേഗം വരൂ. എന്തിനാ മോനെ? ഡാഡിയും മമ്മിയും വഴക്ക് ഓടുന്നു. ഡാഡി മമ്മി അടിച്ചു. എനിക്ക് പേടിയാവുന്നു ആന്റി. വേഗം വരൂ ആന്റി. അത് ഞാൻ മോനെ. ഓക്കെ, മോൻ കരയരുത്. ആന്റി വരാം. ഓക്കെ മോനെ, പ്രോമിസ്. ആന്റി ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇനി ഞാൻ തടസ്സമല്ല. ഞങ്ങൾ പോകുന്നു. ശ്രീദേവി, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അഴിച്ചെറിയപ്പെട്ട ആഭരണം വീണ്ടും ഇവിടെ തനിയാവുന്നതേ ഉള്ളൂ. പക്ഷെ നീ ഇപ്പോൾ അഴിച്ചെറിയുന്നത് ഈ കുടുംബത്തിന്റെ അന്തസ്സാണ്. അത് പിന്നീട് ഒരിക്കലും ഇവിടെ തനിയാനാവില്ല. ബന്ധങ്ങളുടെ പവിത്രമായ ചങ്ങലയാണ് നീ പൊട്ടിക്കുന്നത്. അതിന്റെ കണ്ണുകൾ അഴിക്കപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും വേച്ചു കിട്ടാനാവില്ല. അത് ആലോചിക്കേണ്ടത് ഞാനല്ല. സംശയിക്കപ്പെട്ട ഒരു ഭർത്താവിന്റെ നിഴലിൽ ഭയന്ന മനസ്സുമായി ഒരു സ്ത്രീക്കും ജീവിക്കാനാവില്ല. അങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥവുമില്ല. ശ്രീദേവി, നിങ്ങളെല്ലാം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു. ഭാര്യ ഭർത്തൃബന്ധം സ്വത്തും പണവുമല്ല, സ്നേഹവും വിശ്വാസവുമാണ്. ആ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ട് ഒരു അന്യെ പോലെ ഈ വീട്ടിൽ കഴിയാൻ എന്നെ കൊണ്ടാവില്ല. ഇതാ എത്തേണ്ട സമയത്ത് തന്നെ നിങ്ങളുടെ അവകാശം എത്തിക്കഴിഞ്ഞു. ഞാൻ പോകുന്നു. നീ അവിടെ പോകുന്നു, അത് നീ അറിയണ്ട. ശ്രീദേവി, നീ മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്. സംശയത്തിന്റെ നെരുപ്പിൽ നീ സ്വയം മെന്തെരിയരുത്. ശരിയാണ്, ഞാൻ പഠിച്ചവളാണ്. പക്ഷേ ഭർത്താവിനെ മറ്റൊരുത്തേക്ക് പങ്കുവയ്ക്കുന്ന വിധം മോഡേൺ അല്ല. നീ എന്നെ എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിച്ചുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണമെന്ന് മാത്രം. നിങ്ങളുടെ വിവാഹത്തിന് മുൻപ് ഞാനും മിസ്റ്റർ മോഹൻ അടുപ്പത്തിലായിരുന്നു. വിവാഹത്തിന് ശേഷം നീ പരിചയപ്പെടുത്തുന്നതുവരെ ഞാൻ മിസ്റ്റർ മോഹനെ കണ്ടിട്ട് പോലുമില്ല. നിന്നോടിതൊന്നും പറയാതിരുന്നത് നീ ഒരിക്കലും ദുഃഖിക്കരുതെന്ന് കരുതി മാത്രമാണ്. ശ്രീദേവി, തെറ്റിദ്ധാരണയുടെ പേരിൽ നീ കുടുംബം തകർക്കരുത്. എന്നെ വിശ്വസിക്കൂ ശ്രീദേവി. എടി, ഒരു തെരുവ് വേശ്യയെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. ആത്മാർത്ഥത കാട്ടിയ ഒരു കൂട്ടുകാരിയുടെ താലി ഇറക്കാൻ അവൾ ഒരിക്കലും തയ്യാറാവില്ല. പക്ഷെ നീ ശ്രീദേവി, നിന്നെ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഐ ഹേറ്റ് യു.
രവി, എന്റെ ജീവരക്തത്തെ എങ്കിലും നീ വിശ്വസിക്കും.